പുറത്തു വന്ന റിയാസ് മൗലവി കൊലക്കേസ്. ഈ കൊലക്കേസിൽ സംഭവം നടന്ന് 3 ദിവസത്തിനുള്ളിൽ അറസ്റ്റിലായതാണ് പ്രതികൾ. പക്ഷേ ഈ പ്രതികളെ 7 വർഷത്തിന് ശേഷം ഈ കോടതി കേസിൽ വിധി പറയുമ്പോൾ അവരെ വെറുതെ വിട്ടു എന്നു മാത്രമല്ല, പ്രോസിക്യൂഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഇന്നലെ കോടതി ഉന്നയിച്ചത്. ഈ കേസ് തെളിയിക്കുന്നതിൽ ഗുരുതരമായ പിഴവുകൾ പറ്റി, പ്രതികളെ മുൻവിധിയോടെ കണ്ടു, ഒപ്പം തന്നെ പ്രാഥമികമായ തെളിവ് ശേഖരണത്തിലടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റി എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണമുണ്ടാവും. സാധാരണ ഒരു കേസിൻ്റെ അന്വേഷണവും നിയമ നടപടി എന്നതിനും അപ്പുറം കാസർഗോഡിൻ്റെ രാഷ്ട്രീയ രംഗത്തടക്കം വലിയ സാധ്യത, വലിയ ചലനമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കേസായി ഇത് മാറുന്നു എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ കോടതി വിധി പുറത്തു വന്നപ്പോൾ തന്നെ ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് പൊതുവിൽ എല്ലാവരും സംസാരിച്ചത്. ഇപ്പോൾ ഒടുവിൽ പ്രോസിക്യൂഷൻ, അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ഈ കോടതി വിധിയിലെ അസ്വാഭാവികത ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പീൽ നൽകാനാണ് തീരുമാനം. ഒപ്പം ഈ ഗുരുതരമായ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്ന കോടതി ഉത്തരവിലെ പരാമർശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രോസിക്യൂട്ടർ ഷിജിത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. കാസർഗോഡ് റിയാസ് മൗലവി കേസിൽ വലിയ തിരിച്ചടിയാണ് പ്രോസിക്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. പ്രതികളെ മുഴുവൻ വെറുതെ വിട്ട കോടതി രൂക്ഷമായ വിമർശനങ്ങളും അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനുമെതിരെ ഉന്നയിച്ചിരിക്കുന്നു. കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ശ്രീ ഷാജിത്ത് നമ്മോടൊപ്പമുണ്ട്. ഇത്തരമൊരു വിധി പ്രതീക്ഷിച്ചതാണോ? ഇതിലൊരു തിരുത്തുണ്ട്. കാരണം ഒരിക്കലും ജഡ്ജ്മെൻറ്റിൽ എവിടെയും പ്രോസിക്യൂഷന് കനത്ത വീഴ്ചയെന്നോ പോലീസിന് കനത്ത വീഴ്ചയെന്നോ പറഞ്ഞിട്ടില്ല. അത് ചില രാഷ്ട്രീയക്കാരുടെ സൃഷ്ടികൾ മാത്രമാണ്. ഈ രാഷ്ട്രീയക്കാർക്ക് റിയാസ് മൗലവി കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അവർക്കറിയുന്ന 3 വസ്തുതകൾ: 1, റിയാസ് മൗലവി കൊല്ലപ്പെട്ടു; 2, അതിനൊരു കേസ് വന്നു; 3, വിചാരണ നടത്തി പ്രതികളെ വെറുതെ വിട്ടു. ഇതിലുപരിയായിട്ട് വിധി പകർപ്പ് പോലും കാണാതെയാണ് പ്രോസിക്യൂഷനും പോലീസിനും വീഴ്ച എന്ന് ചില രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസ്താവന നടത്തിയത്. തികച്ചും ദൗർഭാഗ്യകരമാണ്. കാരണം ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയുന്നത് ഒന്ന് കാസർഗോഡ് പള്ളി കമ്മിറ്റിയും റിയാസിൻ്റെ കുടുംബവും പിന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ച ഞാനുമാണ്. കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഈ കേസിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 7 വർഷക്കാലമായിട്ട് പ്രതികളുടെ പിന്നാലെ പോയി പ്രതികളുടെ ജാമ്യാപേക്ഷ എല്ലാം തടഞ്ഞു. കേരള ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും പ്രതികൾ ജാമ്യാപേക്ഷ ബോധിപ്പിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തു. കറക്റ്റായിട്ട് കാസർഗോഡ് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ പ്രോസിക്യൂഷനും പോലീസിനും കഴിഞ്ഞു. 97 സാക്ഷികളെയും 215 രേഖകളും 45ഓളം മുതലുകളും കോടതിയിൽ ഹാജരാക്കി. അതിൽ RSSകാരാണെന്ന് തെളിയിക്കാനുള്ള 4 സാക്ഷികൾ കൂറുമാറി. എന്നാൽ കുറ്റപത്രത്തിൽ RSSകാരാണെന്ന് മാത്രമല്ല, 1 മുതൽ 3 വരെ പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വിരോധം കാരണം ഈ കൊലപാതകം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അതുകൊണ്ട് തന്നെ RSSകാരാണെന്ന് തെളിയിക്കപ്പെട്ടില്ല എന്ന് കോടതി പറഞ്ഞത് പ്രോസിക്യൂഷനെ ബാധിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, റിയാസ് മൗലവിയുടെ റൂമിലുള്ള ഒരു ഫോൺ അത് അന്വേഷണ ഏജൻസി അയച്ചില്ല എന്ന കോടതിയുടെ കണ്ടെത്തലുകളും തെറ്റാണ്. കാരണം അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അത് അയക്കേണ്ട കാര്യമില്ല. അത് കോടതിയിൽ ഇപ്പോഴും ആ ഫോണുണ്ട്. ആ ഫോണിനെ കുറിച്ച് ഒരു ചോദ്യമോ ഒരു എതിർവിസ്താരമോ ഡിഫൻസിനില്ല. ആ ഫോണിനെ പറ്റി ഒരു വാദഗതിയോ ഡിഫൻസിനില്ല. അപ്പോൾ ഡിഫൻസിനില്ലാത്തൊരു കാര്യമാണ് ആ റിയാസ് മൗലവിയുടെ ഫോൺ അയച്ചോ എന്നുള്ളൊരു ചോദ്യം. അതിന് പകരം തെളിയിക്കപ്പെട്ടത് എന്തൊക്കെയാണ്, ആ വസ്തുത പരിശോധിച്ച് പ്രതികളെ ശിക്ഷിക്കാൻ തെളിവുകളുണ്ടോ എന്നാണ് കോടതി പരിശോധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, 1-ാം പ്രതിയുടെ മുണ്ടിലും ഷർട്ടിലും കണ്ട രക്തപ്പാടുകൾ. മുണ്ടിൽ കണ്ട രക്തത്തിൽ റിയാസ് മൗലവിയുടെ DNA ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് മൗലവിയുടെ ചോരയാണ് 1-ാം പ്രതിയുടെ മുണ്ടിലുള്ളത്. ആ മുണ്ട് 1-ാം പ്രതി നയിച്ചാനയിച്ച പ്രകാരം അന്വേഷണ ഏജൻസി 27 റിക്കവറി പ്രകാരം കണ്ടെടുത്ത മുണ്ടാണ്. ആ മുണ്ടിൽ കണ്ടെടുക്കുന്ന മഹസറിൽ 2 ഒഫീഷ്യൽ വിറ്റ്നസസ്, 2 തഹസിൽദാർമാർ ഉണ്ട്. അതിന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് DNA, അതായത് 1-ാം പ്രതിയുടെ ഡ്രസ്സാണെന്ന് കാണിക്കാൻ 1-ാം പ്രതിയുടെ DNA എടുത്തില്ല. തികച്ചും ദൗർഭാഗ്യകരം അങ്ങനെ ഒരു ഒബ്സർവേഷൻ. കാരണം 1-ാം പ്രതി പോലും തർക്കിക്കുന്നില്ല ഇത് തൻ്റെ ഡ്രസ്സല്ല എന്ന്. 1-ാം പ്രതി പറയണ്ടേ ഇത് തൻ്റെ ഡ്രസ്സല്ല എന്ന്. 1-ാം പ്രതി അത് അഡ്മിറ്റ് ചെയ്യുന്ന കാലത്തോളം, തൻ്റെ ഡ്രസ്സല്ല എന്ന് പറയുന്ന കാലത്തോളം റിക്കവറി പ്രൂവ്ഡ് ആണോ എന്നാണ് കോടതി നോക്കേണ്ടത്. ആ റിക്കവറി പ്രൂവ്ഡ് ആണ്. റിക്കവറി പ്രൂവ്ഡ് ആണെങ്കിൽ 1-ാം പ്രതി എക്സ്പ്ലെയിൻ ചെയ്യണം ഈ ബ്ലഡ് എങ്ങനെ വന്നു എന്ന്. അത് 1-ാം പ്രതി പറയണില്ല, ഇപ്പോഴും മിണ്ടുന്നില്ല ഈ ബ്ലഡ് എങ്ങനെ വന്നു എന്ന്. അപ്പം അതും ഡിഫൻസിൻ്റെ കേസല്ല. അതായത് ഈ DNA കളക്ട് ചെയ്യണം 1-ാം പ്രതിയുടെ ഡ്രസ്സിൻ്റെ DNA എന്നും ഡിഫൻസിൻ്റെ കേസല്ല,
ഡിഫൻസിന് അങ്ങനെ ഒരു കേസുമില്ല. ഞാനത് ചലഞ്ച് ചെയ്യുന്നു. ഞാൻ ഫയൽ ചെയ്ത നോട്ട്സ് ഉണ്ട്. ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ 1 മുതൽ 97 സാക്ഷികളുടെ സാക്ഷിമൊഴികൾ പരിശോധിക്കാം. ഈ സാക്ഷിമൊഴികളും ഈ നോട്ട്സും പരിശോധിച്ചാൽ കേരള പോലീസിനോ പ്രോസിക്യൂട്ടർക്കോ ഇതിൽ വീഴ്ചയില്ലെന്ന് വ്യക്തമാവുന്നതാണ്. ഈ അന്വേഷണം നടന്നത് ഏകപക്ഷീയമായും നിലവാരമില്ലാത്ത രീതിയിലുമാണ് എന്നാണ് ഈ വിധിന്യായത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു ഒബ്സർവേഷൻ വിധിന്യായത്തിൽ എവിടെയാണ് പറഞ്ഞത്? ഏകപക്ഷീയമായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത് ആരുടെ പ്രസ്താവനയാണെന്നും എനിക്കറിയില്ല. ഏകപക്ഷീയമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ വിധിന്യായത്തിൽ എവിടെയും ഏകപക്ഷീയമായിട്ട് അന്വേഷണം നടന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന്, വസ്തുതകൾ മറച്ചുവെച്ച് അന്വേഷണം നടത്തേണ്ട ആവശ്യവുമില്ല. കാരണം ഇതിൽ യഥാർത്ഥ പ്രതികളെ 23-ാം തീയതി അറസ്റ്റ് ചെയ്തതാണ്. കൊലപാതകം നടന്ന് 3-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം അറസ്റ്റ് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവാതെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വിധിപ്പാർപ്പുകൾ മുഴുവൻ പരിശോധിക്കണം. ഈ വിധിപ്പാർപ്പുകൾ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പ്രസ്താവനകൾ നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അതാരാണെങ്കിലും ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവും. അങ്ങനെ സംഭവിച്ചത് എന്താണെന്ന് അവർക്ക് മനസ്സിലായാൽ അതിനെതിരായിട്ട് ശബ്ദമുയർത്താൻ അവർക്ക് ധൈര്യമുണ്ടോ? അത് മാത്രമേ ചോദ്യമുള്ളൂ. ഈ മൊബൈൽ ഫോണിൻ്റെയും സിം കാർഡുകളുടെയും കാര്യം പറയുമ്പോൾ അത് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെങ്കിലും അതൊരു വിശദമായ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം വിധേയമാക്കിയിട്ടില്ല. അതുവഴി ആരൊക്കെയുമായി ഇടപഴകി എന്ന് മനസ്സിലാക്കാനുള്ള അവസരം നഷ്ടമാക്കി. അതാണ് ഞാൻ വീണ്ടും പറയണത്. റിയാസ് മൗലവിയുടെ കയ്യിൽ നിന്നും ഒരു ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി അന്വേഷണ സംഘം പരിശോധന നടത്തിയില്ല എന്നുള്ളത് പ്രതികളെ വെറുതെ വിടാനുള്ള ഒരു കാരണമായിട്ട് എടുക്കാൻ പറ്റുമോ? മറ്റ് തെളിവുകൾ സ്ട്രോങ് ആയിട്ട് പ്രതികൾക്കെതിരായിട്ട് നിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ റിയാസ് മൗലവിയുടെ അതേ റൂമിൽ നിന്നും ഒരു ആൽബം കണ്ടെടുത്തിട്ടുണ്ട്. ആ ആൽബത്തിൽ റിയാസ് മൗലവിയുടെ കൈക്കുഞ്ഞും ഭാര്യയും മറ്റനേകം ആളുകളുടെ ഫോട്ടോസുമുണ്ട്. ആ ഫോട്ടോസിലുള്ള ആളുകളെക്കുറിച്ചും അതിന് ഏജൻസിയെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കേരള പോലീസിന് ഈ അന്വേഷണം തീരുമോ? അതിൻ്റെ നേരെ മറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, ആ ഫോണ് കോടതിയിൽ ഉണ്ടായിരുന്നില്ലേ? ഇലക്ട്രോണിക് എവിഡൻസ് അല്ലേ അത് കോടതിയിലിടണം. പ്രതികൾക്ക് ഒരു ചോദ്യമുണ്ടോ? പ്രതികൾക്ക് ഈ രാഷ്ട്രീയ പരിശോധിച്ചിരുന്നു. അത് പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്ന്. അത് റിയാസ് മൗലവി ഉപയോഗിക്കുന്ന ഒരു ഫോണ്. ഇനി റിയാസ് മൗലവിക്ക് ഏതെങ്കിലും കോളുകൾ അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാദം പ്രതികൾക്കുണ്ടോ? പ്രതികൾക്കുണ്ടെങ്കിൽ പ്രതികൾക്ക് ആ ഫോണ് ആവശ്യപ്പെട്ടൂടെ അയക്കാൻ? പ്രോസിക്യൂഷൻ ആ ഫോണ് റിയാസ് മൗലവി ആരുമൊക്കെ വിളിച്ചു എന്ന് തെളിയിക്കണം എന്നാണോ നിയമം? നിയമം അതല്ല. അവൈലബിൾ എവിഡൻസ്, അതായത് ഒരു സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, ഞാനിതിൽ സൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രോസിക്യൂഷൻ എല്ലാ ഡിഫൻസും മീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പ്രോസിക്യൂഷൻ മതിയായ തെളിവുകൾ പ്രതികൾക്കെതിരായിട്ട് ഹാജരാക്കുക. അതിൽ ചിലപ്പം പോലീസ് വിട്ടുപോയ ചില കാര്യങ്ങളുണ്ടാവാം. അത് വിട്ടുപോയാൽ അതിന് നമ്മൾ പറയാം മൈനർ ലാച്ചസ്. ആ മൈനർ ലാച്ചസ് പ്രതികളെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് അനേകം സുപ്രീം കോടതിയുടെ വിധികളില്ലേ? അല്ല, പക്ഷേ ഇപ്പോൾ ഈ ആരോപണം അല്ലെങ്കിൽ ആളുകൾ വിമർശിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഫോൺ പരിശോധിച്ചിരുന്നെങ്കിൽ മറ്റു കാരണങ്ങൾ ഇതിനുണ്ടായിരുന്നോ അല്ലെങ്കിൽ മറ്റാരൊക്കെ ആശയവിനിമയം നടത്തി എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ളൊരു അവസരം നഷ്ടമാക്കി. മറിച്ച് ഒരു ഭാഗത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ച് അവിടെ മാത്രം അന്വേഷണം നടത്തി എന്ന. അതിനാണ് ഞാൻ പറയുന്നത് ഫാൻസിഫുൾ ഡിഫൻസ്. അത് നിയമം അറിയാത്ത ആൾക്കാരുടെ പ്രസ്താവനകളാണ്. കാരണം നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ആ ഫോൺ കോടതിയിൽ അന്വേഷണ ഏജൻസി ഹാജരാക്കിയിട്ടില്ലെങ്കിൽ റിയാസ് മൗലവി എന്ന് പറയുന്നൊരു ഉസ്താദ് ഉപയോഗിക്കുന്ന നോക്കിയയുടെ 1000 രൂപയുടെ ഒരു ഫോണ്, അത് അന്വേഷണ സംഘം കൃത്യമായി കണ്ടെടുത്ത് കോടതിയിൽ ഹാജരാക്കുന്നു. എന്നാൽ ഇത് അന്വേഷണ സംഘം പരിശോധനയ്ക്ക് അയക്കുന്നില്ലെങ്കിൽ, ഒരു ചോദ്യവും ചോദിക്കാത്ത കാലത്തോളം, അത് ചലഞ്ച് ചെയ്യാത്ത കാലത്തോളം പ്രോസിക്യൂഷൻ എന്ത് ബാധ്യതയാ? 2, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഡിഫൻസ് അതിൽ ഒരു ഫ്ലറി ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അതായത് ഈ ഫോണിൽ തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്നോ മറ്റ് ഫനാറ്റിക് സംഘടനകളുമായി റിയാസ് മൗലവിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നോ അവനാണ് കൊല നടത്തിയതോ എന്ന് കേസിന്റെ ഒരു ചോദ്യമുണ്ടോ? ഫോണിനെ കുറിച്ച് ഒരു ചോദ്യമുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരോട് ഞാൻ പറയുന്നു, ഇന്ന് തന്നെ ഞാൻ ഈ പ്രോസിക്യൂഷൻ സ്ഥാനത്ത് രാജിവെക്കും. ഒരു ചോദ്യമുണ്ടെങ്കിൽ. ഈ RSS ബന്ധം എന്നുള്ളത് ഈ RSS ബന്ധം തന്നെയാണോ ഇങ്ങനൊരു കൊലയിലേക്ക് നയിച്ചതെന്നാണോ നിങ്ങളുടെ നിഗമനം? അതായത് ഈ ഇദ്ദേഹത്തോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ മറ്റ് മുസ്ലിം സമുദായത്തോടുള്ള വൈരാഗ്യം ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എന്നാണോ, അതോ മറ്റെന്തെങ്കിലും? അത് മാത്രമാണ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വ്യാഖ്യാനമാണ്. നിങ്ങൾക്ക് കുറ്റപത്രം എൻ്റെ കയ്യിലുണ്ട്. ഈ കുറ്റപത്രത്തിൽ നിങ്ങൾക്ക് കാണാം, കുറ്റപത്രം തന്നെ കോടതി ഫ്രെയിം ചെയ്തിരിക്കുന്നത് പ്രതികൾക്ക് ഹിന്ദു കമ്മ്യൂണിറ്റിയിലായതുകൊണ്ടും മുസ്ലിങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടും
അതിൻ്റെ കൂടെ RSS ആയതുകൊണ്ടും എന്നാണ്. അതിൽ RSS ആണെന്ന് കാണിക്കാൻ 4 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു, 4 കൂറുമാറി. അതുകൊണ്ട് ഹിന്ദുക്കളാണെന്ന് തെളിയിച്ചാലും ഇവരാണ് അവിടെ പോയതാണെന്നും തെളിയിച്ചാൽ പോരെ? RSSകാരെ ആണെന്ന് തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു കേസ് വെറുതെ വിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ? അതും ഇത്രയും ഒരു സെൻസേഷണൽ ക്രൂവൽ ബ്രൂട്ടൽ മർഡർ. RSSകാരാണെന്ന് തെളിയിച്ചില്ലെങ്കിലും ഹിന്ദുക്കളാണെന്നും മുസ്ലിങ്ങളുള്ള വിരോധവും തെളിയിച്ചിട്ടുണ്ട്. അല്ലെ, ഹിന്ദുക്കൾക്കെല്ലാം മുസ്ലിങ്ങളോട് വിരോധം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയില്ലല്ലോ, എല്ലാ ഹിന്ദുക്കളെ പറ്റി പറയണില്ലല്ലോ. 1 മുതൽ 3 വരെ പ്രതികൾക്കുള്ള വിരോധത്തിന് കാരണവും പറയുന്നുണ്ടല്ലോ. ഇനി അതൊക്കെ പോട്ടെ, 1 മുതൽ 3 വരെ പ്രതികൾക്ക് വിരോധമില്ല, RSSകാരാണെന്നും തെളിയിച്ചില്ല, മോട്ടീവും തെളിയിച്ചില്ല, ഒക്കെ പോട്ടെ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, 1-ാം പ്രതിയുടെ ശരീരത്തിൽ എങ്ങനെ ഉസ്താദിന്റെ ചോരയെത്തി? 1-ാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ എങ്ങനെ ഉസ്താദിന്റെ DNA ചോരയും എത്തി? ഇതിനുത്തരം പറയേണ്ടത് ആരാ? 1-ാം പ്രതി. ഇതിനുത്തരം 1-ാം പ്രതി പറയാത്ത കാലത്തോളം 1-ാം പ്രതി കുറ്റക്കാരനാണെന്ന് ഏത് കോടതിയും വിധിക്കണം, ഏത് കോടതിയും. ഇനിയിപ്പോൾ എന്താണ് ഈ അടുത്ത നടപടിക്രമങ്ങൾ? എന്തായാലും ഈ വിധിയിൽ നിങ്ങൾക്ക് തീരെ തൃപ്തിയില്ല എന്നുള്ളത് പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പീൽ പോകും. കാരണം ഒരു കോടതി മാത്രമല്ല ഇന്ത്യ രാജ്യത്ത്. ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട്, ഏതെങ്കിലും കോടതികളിൽ നിന്ന് നീതി കിട്ടും. കാരണം ഇപ്പോൾ ഇവർ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പ്രശ്നം. ഇവിടെ റിയാസ് മൗലവിയുടെ കുടുംബാംഗങ്ങൾക്കോ കാസർഗോഡ് പള്ളി കമ്മിറ്റിക്കോ പോലീസിനെതിരോ പ്രോസിക്യൂട്ടർക്കെതിരായിട്ടോ പരാതിയില്ല. ഇവിടെ പരാതി ആർക്കാ? രാഷ്ട്രീയ പാർട്ടിക്കാർക്ക്. അതവർ രാഷ്ട്രീയ അജണ്ടയായിട്ട് എടുക്കുമ്പം അവർ സൊസൈറ്റിക്ക് ഒരു ബാഡ് മെസ്സേജാണ് കൊടുക്കുന്നത്. അതുകൂടി അവർ ഓർക്കണം. ഈ വിധിയെ നോക്കുമ്പോൾ ഒരു തരത്തിലും തൃപ്തിയില്ല, അല്ലെങ്കിൽ തരത്തിലും ന്യായീകരിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അതായത് ഇതിലും വ്യക്തമായ ഭാഷയിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഒരു കേസിൽ ഉള്ള തെളിവുകൾ പരിശോധിക്കുന്നതിന് പകരം ഡിഫൻസിന് പോലും ഇല്ലാത്ത മേഖലകളിലേക്ക് കയറി അത്തരം കാര്യങ്ങൾ ചെയ്തില്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നത് എന്തിനു വേണ്ടി എന്ന് പരിശോധിക്കണം. തീർച്ചയായും അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. പൂർണ്ണമായും നീതി ലഭിച്ചില്ല ഈ കേസിൽ എന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുക. അതുകൊണ്ട് മേൽക്കോടതികളിൽ അപ്പീലുമായി പോകും. വിധി അനുകൂലമാവും, അല്ലെങ്കിൽ റിയാസ് മൗലവിക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ.